അപ്പോൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പരവൂരാണ്. ഇവിടെയുള്ള അഭിലാഷ് സാറിൻ്റെയും ലിത മാമിൻ്റെയും വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ കൺസ്ട്രക്ഷൻ വിത്ത് ഇൻറ്റീരിയർ 60 lakhs ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണ്. 10 സെൻറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. TM ഗ്രൂപ്പാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ. ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. മുറ്റത്തായിട്ടൊക്കെ ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. നമ്മുടെ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഡബിൾ ഡോറാണ്, ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറാം. ഇതാണ് ഫോമർ ലിവിങ് സ്പേസ്. ഇവിടെ തന്നെയാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് WPC വിത്ത് മൈക്ക ലാമിനേഷൻ ആണ്. നല്ലൊരു കോർണർ സോഫ, ചെറിയൊരു കോഫി ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. വിൻഡോസിലൊക്കെ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സീലിംഗ് നോക്കുകയാണെങ്കിലും സീലിംഗിലും നല്ല ഭംഗിയായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലോറിലാണെങ്കിൽ കജേരയുടെ ടൈൽസ് ആണ്, ഫുൾ കജേരയുടെ വിട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിങ്ങിൽ നിന്ന് നേരെ വരുന്നത് ഈ ഒരു സൈഡിൽ പ്രെയർ യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ WPC വിത്ത് മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ കോർട്ട്യാർഡ് പോർഷനാണ് കേട്ടോ വരുന്നത്. ഇവിടെ കുറേയൊക്കെ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ പർഗോളാസ് ചെയ്തിട്ട് ഇതിനിടയിലെല്ലാം തന്നെ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും ഫിക്സഡ് ഗ്ലാസും കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ സിറ്റ് ഔട്ട് പോർഷൻ ആണിത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് ഗ്ലാസും ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റുന്ന ചെറിയ ചെറിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു സീറ്റിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഒരു സ്പേസ് കൂടിയാണ്. ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഊഞ്ഞാലും വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ ഒരു വാഷ് കൗണ്ടറായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ യൂണിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു പാർട്ടീഷൻ യൂണിറ്റ് വിത്ത് സ്റ്റോറേജ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷ് യൂണിറ്റ് വരുന്നത്. ഇവിടെ ഓപ്പൺ കിച്ചണാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയർസും സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ ഒരു മോഡുലാർ കിച്ചണിൽ നമ്മുടെ കബോർഡ്സ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ടൊരു ലോങ് പാൻട്രി യൂണിറ്റ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇനി ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്.
നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. 2ഉം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ കോട്ട്സ് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നു. കോട്ട്സും സൈഡ് ടേബിൾസും ഒക്കെ നമ്മുടെ കോട്ട്സിൽ ഇൻബിൽറ്റ് ആയിട്ട് ഡ്രോയേഴ്സ് വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ നല്ല വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഒക്കെ തന്നെ ഷട്ടേഴ്സ് വരുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലും ഉള്ളിലായിട്ടൊക്കെ തന്നെ WPC ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂംസും 330, 360 സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. മുകളിലും 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്കൊരു ബാൽക്കണി കൂടി വരുന്നുണ്ട്. താഴെ കണ്ട ബെഡ്റൂംസിന് അതേ സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂംസൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂംസിലെയും വാർഡ്രോബ്സിൻ്റെ ഷട്ടേഴ്സ് അലൂമിനിയം ഫാബ്രിക്കേഷനും ഉള്ളിലായിട്ട് WPC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 2200 സ്ക്വയർ ഫീറ്റിൽ 10 സെൻറ്റ് പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ വിത്ത് ഇൻറ്റീരിയർ 60 lakhs ചെയ്തിട്ടുള്ള വീടായിരുന്നു. ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് TM ഗ്രൂപ്പ് അനസാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടുകളാണ് കാണാൻ താല്പര്യമുള്ളത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിലുള്ള ഏത് തരത്തിലുള്ള ബഡ്ജറ്റിലുള്ള വീടാണ്, ട്രഡീഷണൽ ആണോ അല്ലെങ്കിൽ മോഡേൺ സ്റ്റൈൽ വീടാണോ എന്നൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.